Good morning, friends. In the last session, we discussed the first use of simple present tense, habitual action. This morning, we learn the second use. Simple present tense is used to express a universal truth. ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ പരാമർശിക്കുവാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ശാശ്വതമായ സത്യം എന്നാണ് യൂണിവേഴ്സൽ ട്രൂത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. മാറ്റമില്ലാത്ത ചില സത്യങ്ങളുണ്ടല്ലോ. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നത്, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നത്, വെള്ളം 100 ഡിഗ്രിയിൽ തിളയ്ക്കുന്നത്, മനുഷ്യൻ ജനിച്ചാൽ മരിക്കുന്നത്, ഇതെല്ലാം ശാശ്വതമായ സത്യങ്ങളാണ്. ഒരിക്കലും മാറ്റമില്ലാത്ത ചില സത്യങ്ങളാണ്, യാഥാർത്ഥ്യങ്ങളാണ്. ഇവയെപ്പറ്റി പരാമർശിക്കുവാനാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇതിനെ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് വിളിക്കുന്നു. സാധാരണയായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ് ദി സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. ഇവിടെ റൈസസ് ഉദിക്കുന്നു എന്നത് ദിവസേന നടക്കുന്ന പ്രവൃത്തിയാണ്. പക്ഷേ ദിവസേന നടക്കുന്ന പ്രവൃത്തി മാത്രമല്ല, ഇത് ഒരിക്കലും മാറുകയേയില്ലാത്ത ഒരു സത്യമാണ്. ഈ സത്യത്തെ സൂചിപ്പിക്കാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ദി സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു എന്ന ശാശ്വതമായ സത്യത്തെ സൂചിപ്പിച്ചത് റൈസസ് എന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം. ദി സൺ സെറ്റ്സ് ഇൻ ദി വെസ്റ്റ്. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഒരു ദിവസം സൂര്യൻ അസ്തമിക്കാതിരിക്കില്ല. അതുകൊണ്ട് ശാശ്വതമായ ഒരു സത്യമായതുകൊണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചു. സെറ്റ്സ്, SETS, അസ്തമിക്കുന്നു, യൂണിവേഴ്സൽ ട്രൂത്ത്. അടുത്തത് മാൻ ഈസ് മോർട്ടൽ. മനുഷ്യൻ നാശമുള്ളവനാണ്, നശ്വരനാണ്. മോർട്ടൽ, നശ്വരൻ, നശിക്കുന്നവൻ, മരണമുള്ളവനാണ് എന്ന ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ നമ്മൾ പ്രകടിപ്പിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാണ്. അതായത് ഈസ്.
ഈസ് എന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് നമ്മൾ ആ ശാശ്വതമായ സത്യത്തെ പ്രകടിപ്പിച്ചു. അടുത്തത് ടു ആൻഡ് ടു, രണ്ടും രണ്ടും ചേർന്ന് 4 ഉണ്ടാക്കും. ടു ആൻഡ് ടു മേക്ക് 4. 3 ആവില്ല, 5 ആവില്ല, 4 മാത്രമേ ആവൂ. It is a universal truth. So we use simple present tense. കേട്ടല്ലോ? അതുപോലെ ഭൂമി സൂര്യനെ ചുറ്റുന്നു. The earth revolves around the sun. സൂര്യന് ചുറ്റും ഭൂമി വലം വയ്ക്കുന്നു. ഇവിടെ ഇത് ഒരിക്കൽ മാത്രം നടക്കുന്നതല്ല, ഇടയ്ക്ക് നിലയ്ക്കുന്നതുമല്ല, ശാശ്വതമായ സത്യമാണ്. റിവോൾവ്സ് എന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചു. ലൈറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ സൗണ്ട്. പ്രകാശം ശബ്ദത്തേക്കാൾ വേഗതയുള്ളതാണ്. ഇവിടെ പരാമർശിച്ചിട്ടുള്ള വാചകം ശാശ്വതമായ ഒരു സത്യമാണ്. അതുകൊണ്ട് ഈസ് എന്ന പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് ആ സത്യത്തെ സൂചിപ്പിച്ചു. ദി എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ്. ഭൂമി അച്ചുവാട്ടിന്റെ തണ്ടിൽ കറങ്ങുന്നു. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു. സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും, ജിയോഗ്രഫിയിൽ ഇല്ലേ? ഇവിടെ റൊട്ടേറ്റ്സ് എന്ന പദം ഒരു ശാശ്വതമായ സത്യത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഹീറ്റ് എക്സ്പാൻസ് ബോഡീസ്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പാൻസ് എന്ന പദവും ശാശ്വതമായ സത്യമാണ്. ഷുഗർ ഈസ് സ്വീറ്റ്. ഇവിടെയും സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചു. ഇങ്ങനെ ശാശ്വതമായ സത്യങ്ങളെ സൂചിപ്പിക്കാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. കേട്ടല്ലോ? നല്ലവണ്ണം ശ്രദ്ധിച്ച് പഠിക്കുക. വളരെ എളുപ്പമാണ്. യാതൊരു പ്രയാസവുമില്ലാതെയാണ് ക്ലാസ് മുമ്പോട്ട് പോകുന്നതെന്നാണ് വിശ്വാസം. എവിടെയെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആവർത്തിച്ച് വീഡിയോകൾ കണ്ടു നോക്കൂ. ഇത് 28ാമത്തെ ഗ്രാമർ വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഇറങ്ങിയ 27 വീഡിയോകളും കൂട്ടുകാർ നിർബന്ധമായും കാണുക. ഇഷ്ടത്തോടെ പഠിക്കുക. We have already discussed 2 uses of simple present tense: habitual action and universal truth. This time we discuss the third use of this tense. Simple present tense is used instead of simple future tense. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനു പകരം സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനു പകരം
സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഈ പറയുന്ന സമയത്ത് നടക്കുന്ന പ്രവൃത്തികൾ വർത്തമാനകാലമാണ്, പ്രസന്റ് ടെൻസ് ആണ്. ഇനി നടക്കാൻ പോകുന്ന പ്രവൃത്തികൾ ഭാവികാലമാണ്. സമീപ ഭാവിയിൽ നടക്കാൻ പോകുന്ന, മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ആ സംഭവം ഇങ്ങ് വന്നടുത്തു, ആ പ്രവൃത്തി ഇങ്ങ് വന്നടുത്തു എന്നറിയിക്കാൻ സിമ്പിൾ പ്രസന്റ് ടെൻസും ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം, എൻ്റെ സുഹൃത്ത് നാളെ എന്നെ വന്ന് കാണും, എന്നെ സന്ദർശിക്കും എന്ന് വിചാരിക്കും. മൈ ഫ്രണ്ട് പ്രമോദ് വിൽ വിസിറ്റ് മീ ടുമോറോ. മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്, നാളെ വരും. ഇവിടെ ഉപയോഗിച്ചത് വിൽ വിസിറ്റ് എന്ന സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. ഇതിന് പകരം സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. മൈ ഫ്രണ്ട് പ്രമോദ് വിസിറ്റ്സ് മീ ടുമോറോ. ഈ ടുമോറോ എന്നല്ല പറയുക, ടുമോറോ എന്നാണ് പറയുക. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു, ഫൊണാറ്റിക്സ് എൻ്റെ വിഷയം, മേഖല അല്ല ഇപ്പോൾ. അതുകൊണ്ട് കുട്ടികളുടെ സാധാരണ ദൈനംദിന പ്രയോഗങ്ങളാണ് നടത്തുന്നത്. മൈ ഫ്രണ്ട് പ്രമോദ് വിസിറ്റ്സ് മീ ടുമോറോ. വിൽ വിസിറ്റ് എന്ന സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന് പകരം സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ചു. കരുൺ will leave for America next month. Karun will leave for America next month. Will leave simple future tense. പകരം simple present leaves ഉപയോഗിക്കാം. ഹൗ, എങ്ങനെ? കരുൺ ലീവ്സ് ഫോർ അമേരിക്ക നെക്സ്റ്റ് മന്ത്. വിൽ ലീവിന് പകരം ലീവ്സ്. സിമ്പിൾ ഫ്യൂച്ചറിന് പകരം സിമ്പിൾ പ്രസന്റ്. കേട്ടല്ലോ? അല്പം ശ്രദ്ധിക്കണം. I shall go to Mumbai next week. I shall go. Simple future. മാറ്റിയാലോ? I go to Mumbai next week. ഓക്കെ അല്ലേ? I shall sail for America next Sunday. Sail, കപ്പൽ യാത്ര ചെയ്യുക. I shall sail for America next Sunday. shall sail എന്ന സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനു പകരം സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ I sail for America നെക്സ്റ്റ് സൺഡേ. സിമ്പിൾ ഫ്യൂച്ചറിന് പകരം ഇവിടെയും സിമ്പിൾ പ്രസന്റ്. എന്ത് മനസ്സിലായി? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനു പകരം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടെൻസാണ് സിമ്പിൾ പ്രസന്റ് എന്ന് മനസ്സിലായില്ലേ? I shall go. I go. He will go. He goes. They will come.
they come. You will leave. You leave. She will visit. She visits. I shall write. I write. I shall send. S-E-N-D. Send. I send. I sent a message tomorrow. കേട്ടല്ലോ. തേർഡ് യൂസ് ഈസ് ഓവർ. അടുത്തത് നാലാമത്തെ യൂസാണ്. സാധാരണ എഴുതുമ്പോൾ ഇത് അധികം ഉപയോഗിക്കാറില്ല. സംസാരിക്കുമ്പോഴാണ് അധികമായി ഉപയോഗിക്കുന്നത്. എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് in exclamatory sentences beginning with here and there to express what is actually taking place in the present. വർത്തമാനകാലത്ത് ഇപ്പോൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാൻ എക്സ്ക്ലമേറ്ററി സെന്റൻസുകളിൽ ഹിയർ, ദേർ എന്നിവയോടൊപ്പം സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പറഞ്ഞുതരാം കേട്ടോ. അതായത് ഒരു ഹീറോ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് കരുതുക. ഇപ്പോൾ ഇങ്ങനെ ഒരു ഹീറോ നടന്നു വരുന്നുണ്ട്, ഞാൻ നിൽക്കുന്നുണ്ട്. ദി ഹീറോ ഈസ് കമ്മിങ്. ആ നായകനതാ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ കുറെ കൂടി ഭംഗിയുണ്ട് ഇങ്ങനെ പറയുമ്പോൾ. എങ്ങനെ പറയുമ്പോൾ? ഹിയർ കംസ് ദി ഹീറോ. അതാ ഹീറോ വരുന്നു. ഷമ്മി ഹീറോയാടാ എന്ന് പറയുന്നത് ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. നമ്മളിൽ അത്ഭുതമുണ്ടാക്കുന്ന ഒരു വാചകമാണ് ഫഹദ് പറഞ്ഞത്. ഇവിടെയും അങ്ങനെയാണ്. ഹിയർ കംസ് ദി ഹീറോ. ഇതാ ഹീറോ വരുന്നു. ഇവിടെ ദി ഹീറോ ഈസ് കമ്മിങ് എന്ന വർത്തമാനകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനു പകരം ഇവിടെ ഹിയറിന്റെയും ദേറിന്റെയും ഒപ്പം, ഇവിടെ ഹിയറിന്റെ ഒപ്പം സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചു. ഈസ് കമ്മിങ് എന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനു പകരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനു പകരം സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചു. ഹിയർ കംസ് ദി ഹീറോ. ഹിയർ കംസ് ദി ഹീറോ. ഇതാ വരുന്നു ആ നായകൻ. ഇവിടെ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണത്. മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. വാചകം ആരംഭിച്ചത് ഹിയർ കൊണ്ടാണ്. വരുന്നത് കഴിഞ്ഞ പ്രവൃത്തിയല്ല, വരാൻ പോകുന്നതുമല്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആക്കി അത് പ്രകടിപ്പിച്ചു. എൻ്റെ അച്ഛൻ വരുന്നു. മൈ ഫാദർ ഈസ് കമ്മിങ്. ഹിയർ കംസ് മൈ ഫാദർ. എക്സ്ക്ലമേഷൻ മാർക്ക്. മനസ്സിലായില്ലേ? കരുൺ വരുന്നു. ഹിയർ കംസ് കരുൺ. അങ്ങനെ കേട്ടല്ലോ. അതായത് ഹിയർ, ദേർ എന്നീ വാക്കുകളിൽ ആരംഭിക്കുന്ന എക്സ്ക്ലമേറ്ററി സെന്റൻസുകളിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. എൻ്റെ അമ്മ അതാ പോകുന്നു.
കുട്ടി വീട്ടിൽ നോക്കുമ്പോൾ പാടവരമ്പിലൂടെ അമ്മ പോവുകയാണ്. കുട്ടിക്ക് ഇത് രണ്ടു തരത്തിൽ പറയാം. മൈ മദർ ഈസ് ഗോയിങ്, എൻ്റെ അമ്മ അതാ പണിക്ക് പോകുന്നു, അങ്ങനെ പറയാം. മറിച്ച് കുട്ടി അത്ഭുതത്തോടെ അമ്മ ഇവിടെ കണ്ടാണല്ലോ, ഇപ്പൊ ആ പോണു, there goes my mother, there goes my mother, അതാ പോകുന്നു അമ്മ എന്നും പറയാം. ഇതിനാണ് കുറെ കൂടി കാവ്യാത്മകമായ സൗന്ദര്യം ഉള്ളത്. ബസ് വരുന്നുണ്ട് വിചാരിക്കുക. ഹിയർ കംസ് ദി ബസ്, ഇതാ വരുന്നതോ ബസ്. അപ്പോഴാണ് വീട്ടിൽ നിന്നും ഇറങ്ങാൻ വൈകി ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുമ്പ് കാണാം ഒരു ബസ് അങ്ങനെ പോകുന്നത്. അപ്പോൾ പറയാം there goes the bus, അതാ ബസ് പോയടാ, ആ ബസ് അതാ പോയിക്കൊണ്ടിരിക്കുന്നു, there goes the bus. ഇങ്ങനെ ഹിയറിന്റെയും ദേറിന്റെയും ഒപ്പം എക്സ്ക്ലമേറ്ററി സെന്റൻസുകളിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. കേട്ടല്ലോ. അഞ്ചാമത്തെ യൂസ് പ്രോബബിൾ കണ്ടീഷണൽ ക്ലോസ് അല്ലെങ്കിൽ ലൈക്ലി കണ്ടീഷണൽ ക്ലോസുകളിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. ഇത് വിശദമായി നമ്മൾ തുടർന്നുള്ള ക്ലാസുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കണ്ടീഷണൽ ക്ലോസ് എന്ന ദീർഘമായ ഒരു പാഠം തന്നെയുണ്ട്. അധികം വിസ്തരിക്കുന്നില്ല, രണ്ടോ മൂന്നോ ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഇഫ് യു റൺ ഫാസ്റ്റ്, വേഗത്തിലോടിയാൽ, ദി ഡോഗ് വിൽ ബൈറ്റ് യു, നായ നിന്നെ കടിക്കും, നായയ്ക്ക് പ്രാന്തളകും, അല്ലെ? ഇഫ് യു റൺ ഫാസ്റ്റ്, നീ വേഗത്തിലോടിയാൽ, ദി ഡോഗ് വിൽ ബൈറ്റ് യു. ഇവിടെ ഇഫ് യു റൺ ഫാസ്റ്റ് എന്ന പ്രോബബിൾ കണ്ടീഷണൽ അല്ലെങ്കിൽ ലൈക്ലി കണ്ടീഷണൽ നമ്മൾ ഉപയോഗിച്ചത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇതിനെ പ്രോബബിൾ കണ്ടീഷണൽ ക്ലോസ്, ലൈക്ലി കണ്ടീഷണൽ ക്ലോസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇതുപോലെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടെ ചർച്ച ചെയ്യാം. പിന്നീട് 50ഓളം ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഇഫ് യു കമ്പൽ മീ, ഐ ഷാൽ ഹെൽപ്പ് യു. കമ്പൽ സിമ്പിൾ പ്രസന്റ്. ഇഫ് യു ഇൻവൈറ്റ് ഹിം, ഹി വിൽ വിസിറ്റ് യു. ഇവിടെ ഇഫിന്റെ കൂടെ ഉപയോഗിച്ചതെല്ലാം സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അൺലെസ് യു ഹെൽപ്പ് മീ, ഐ ഷാൽ സ്കോൾഡ് യു. അൺലെസ് യു ഹെൽപ്പ് മീ, ഐ ഷാൽ സ്കോൾഡ് യു. ഇവിടെ അൺലെസ് ഉപയോഗിച്ച് പറഞ്ഞതും കണ്ടീഷണൽ ക്ലോസ് ആണ്, ഉപയോഗിച്ചത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഈ ഉപയോഗത്തെ പറ്റി ഇത്രയും മതി. നമ്മൾ 5 ഉപയോഗങ്ങൾ ഡിസ്കസ് ചെയ്തു. 1, ഹാബിച്വൽ ആക്ഷൻ, ഐ യൂഷ്വലി പ്ലേ ചെസ്. 2, യൂണിവേഴ്സൽ ട്രൂത്ത്, വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. 3, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന് പകരം ഉപയോഗിക്കുന്നു. മൈ ഫ്രണ്ട് വിസിറ്റ്സ് മീ
ടുമോറോ. ഹിയർ, ദെയർ എന്നീ പദങ്ങളോടൊപ്പം എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ ഉപയോഗിക്കുന്നു. ഹിയർ കംസ് മൈ ഫ്രണ്ട് അരുൺ. കണ്ടീഷണൽ ക്ലോസുകളിൽ ഉപയോഗിക്കുന്നു. ഇഫ് യു ടച്ച് മീ ഐ ഷാൽ ബീറ്റ് യു. 5 ഉപയോഗങ്ങൾ ചർച്ച ചെയ്തു. ഇത്രയും മതി. പരീക്ഷയ്ക്ക് നേരിട്ട് ടെൻസുകളൊന്നും ചോദിക്കില്ല. പിന്നെ എപ്പോഴാണ് ഈ ടെൻസുകൾ ഉപകാരപ്പെടുക? 1, ദൈനംദിന ജീവിതത്തിൽ ഇത് ഉപയോഗപ്പെടും. 2, ഏതൊരു വിഷയം ഇംഗ്ലീഷിൽ എഴുതുമ്പോഴും സിംഗുലർ, പ്ലൂറൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിഞ്ഞ് പ്രയോഗിക്കാൻ ഇത് സഹായിക്കും. 3, സ്പീച്ചസ്, ഈ പറഞ്ഞ ഇഫ് ക്ലോസ്, എഡിറ്റിംഗ്, ഇത്തരം സന്ദർഭങ്ങൾ, ക്വസ്റ്റ്യൻ ടാഗ്, ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഈ ടെൻസുകൾ വ്യാപകമായി ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ശുഷ്കാന്തിയോടുകൂടി ആത്മാർത്ഥമായി ഈ പാഠങ്ങളെല്ലാം പഠിക്കണം. മനപ്പാഠം പഠിക്കേണ്ട, മറിച്ച് മനസ്സിലാക്കി പ്രയോഗിച്ച് പഠിക്കുക. ഒറ്റയ്ക്ക് ഒരിടത്ത് ഒരു മരത്തണലിലോ മറ്റോ ചെന്നിരുന്ന് ഇത് പ്രയോഗിച്ച് നോക്കുക, ഉരുവിട്ട് നോക്കുക. എങ്ങനെ? ഐ പ്ലേ ചെസ് ഇൻ ദി മോർണിംഗ്സ്. ഐ ടേക്ക് ടീ ഇൻ ദി ഈവനിങ്സ്. ഇങ്ങനെ 100 കണക്കിന് വാചകങ്ങൾ സ്വയം നിർമ്മിച്ച് പരിശീലിച്ച് നോക്കുന്നവർക്ക് 12 ടെൻസുകൾ കഴിയുമ്പോഴേക്കും ഇംഗ്ലീഷ് കുറച്ചൊക്കെ വൃത്തിയായി തെറ്റില്ലാതെ സംസാരിക്കുവാൻ കഴിയും. അഭ്യസ്തരായ പലർക്കും ഈ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നതിൽ പിഴവുകൾ വന്നു കാണാറുണ്ട്. നിങ്ങൾക്ക് അത്തരം പിഴവുകൾ ഉണ്ടാവാതിരിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ സിമ്പിൾ പ്രസന്റ് ടെൻസുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടെ ചർച്ച ചെയ്യാം. ഇന്നത്തേക്ക് ഇത്രയും മതിയാവും. എല്ലാവരും ആത്മാർത്ഥമായി പഠിച്ചോളൂ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഒരുമിച്ച് കൂടാം. താങ്ക് യു.